അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ കൂട്ട പിരിച്ചുവിടലാണ്. പത്രത്തിലെ അന്താരാഷ്ട്ര വിഭാഗത്തിലെ മികച്ച എഡിറ്റർമാരെയും ലേഖകരെയും ഉൾപ്പെടെ പിരിച്ചുവിട്ട നടപടി മാധ്യമ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ 12 വർഷത്തോളം നീണ്ട സേവനത്തിനൊടുവിൽ ശശി തരൂരിന്റെ മകൻ ഇഷാനുമുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ഇഷാൻ തരൂർ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു ഇഷാൻ. കൂട്ടപ്പിരിച്ചുവിടലിൽ തനിക്കും ജോലി നഷ്ടമായെന്ന് ഇഷാൻ എക്സിൽ കുറിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റിലെ അന്താരാഷ്ട്ര വിഭാഗത്തിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കുമൊപ്പം എനിക്കും ഇന്ന് ജോലി നഷ്ടമായിരിക്കുന്നു. ഞങ്ങളുടെ ന്യൂസ് റൂമിനെ ഓർത്ത്, പ്രത്യേകിച്ച് പോസ്റ്റിന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച പത്രപ്രവർത്തകരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തോളമായി എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന എഡിറ്റർമാർക്കും റിപ്പോർട്ടർമാർക്കുമൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് ബഹുമതിയായി ഞാൻ കരുതുന്നുവെന്നാണ് അദ്ദേഹം കുറിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാധ്യമ പ്രവർത്തകരടക്കം ഏകദേശം 400 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. പത്രത്തിന്റെ ഉടമ ജെഫ് ബെസോസിന്റെ നിർദ്ദേശപ്രകാരം ഏകദേശം 1/3 ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. ബുധനാഴ്ച നടന്ന സൂം മീറ്റിംഗിലൂടെയാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ മാറ്റ് മുറെ ഈ വിവരം അറിയിച്ചത്. ഏകദേശം 800ഓളം വരുന്ന ന്യൂസ് റൂം ജീവനക്കാരിൽ 300-ലധികം പേർക്ക് ജോലി നഷ്ടമായി. പത്രത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഈ തീരുമാനം ബാധിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പത്രത്തിന്റെ അഭിമാനമായിരുന്ന സ്പോർട്സ് ഡെസ്ക്, ബുക്ക് സെക്ഷൻ എന്നിവ നിർത്തലാക്കി. കൂടാതെ പോസ്റ്റ് റിപ്പോർട്ട്സ് എന്ന പോഡ്കാസ്റ്റും നിർത്തിവെച്ചു. വിദേശ വാർത്താ വിഭാഗത്തിൽ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തി. മിഡിൽ ഈസ്റ്റ് ടീമിനെ പൂർണ്ണമായും ഒഴിവാക്കിയതായാണ് റിപ്പോർട്ട്. ശശി തരൂർ എംപിയുടെ മകൻ ഇഷാൻ തരൂർ, ഇന്ത്യ ബ്യൂറോ ചീഫ് പ്രാൻഷു വർമ്മ തുടങ്ങിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കും ജോലി നഷ്ടമായത് ഈ സാഹചര്യത്തിലാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കും വായനക്കാരുടെ ശീലങ്ങൾക്കും അനുസൃതമായി സ്ഥാപനത്തെ മാറ്റിയെടുക്കാനുള്ള സ്ട്രാറ്റജിക് റീസെറ്റ് എന്നാണ് അധികൃതർ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. സാമ്പത്തിക നഷ്ടവും വരിക്കാരുടെ എണ്ണത്തിലെ കുറവും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പത്രത്തിലെ മുൻ എഡിറ്റർ മാർട്ടിൻ ബാരൻ ഈ നടപടിയെ രൂക്ഷമായാണ് വിമർശിച്ചത്. ലോകത്തിലെ മികച്ച മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനം എന്നാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ലോകസമ്പന്നനായ ജെഫ് ബെസോസിന് പത്രത്തിന്റെ നഷ്ടം നികത്താൻ സാധിക്കുമായിരുന്നിട്ടും ഇത്രയും വലിയ പിരിച്ചുവിടൽ നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് ജീവനക്കാരുടെ സംഘടനയായ വാഷിംഗ്ടൺ പോസ്റ്റ് ഗിൽഡ് ആരോപിക്കുന്നുണ്ട്. പിതാവിനെ പോലെ തന്നെ മികച്ച എഴുത്തുകാരനും വിദേശകാര്യ വിദഗ്ധനുമായിട്ടാണ് ഇഷാൻ അറിയപ്പെടുന്നത്. ലോക പ്രശസ്തമായ യേൽ സർവകലാശാലയിൽ നിന്നാണ് ഇഷാൻ ബിരുദം പൂർത്തിയാക്കിയത്. ചരിത്രത്തിലും സാഹിത്യത്തിലുമുള്ള അറിവ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും പ്രകടമായിരുന്നു. 2014 അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റിൽ ചേരുന്നത്. അതിനു മുൻപ് പ്രശസ്തമായ ടൈം മാഗസിനിൽ ഹോങ്കോങ്ങിലും ന്യൂയോർക്കിലുമായി എഡിറ്ററായും ലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2017 ജനുവരിയിലാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യുന്ന വേൾഡ് വ്യൂ എന്ന കോളത്തിന് ഇഷാൻ തുടക്കമിടുന്നത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 5 ലക്ഷത്തോളം വരിക്കാരാണ് ഈ കോളം പിന്തുടരുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ആഗോള രാഷ്ട്രീയം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ഇഷാൻ നടത്തുന്ന നിരീക്ഷണങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.